നീ ഇപ്പഴാണ് എഴുന്നേറ്റേ? പള്ളി പോകാൻ റെഡിയാകാത്ത എന്താ? പള്ളി പോണില്ലേ? അപ്പ വന്നില്ലേ? ഓ, എനിക്കൊന്ന് വയ്യാമ്മ. പിന്നെ അപ്പേ വന്നിട്ടില്ല. എനിക്ക് നടന്നു പോകാനൊന്നും വയ്യ. പനി കുറഞ്ഞില്ലേ? പള്ളി പോകാതിരിക്കാനൊന്നും അപ്പ സമ്മതിക്കില്ല. ഒരു കാറ്റീസോ കുർബാനയോ ഒന്നും മുടക്കാത്ത ആളാ അപ്പ. ഞാൻ ഇന്ന് പോണില്ല. അപ്പ വരുമ്പോ ശരിയാക്കും. വേഗം പോയി റെഡി ആയിക്കോ. കൊച്ചും പോയി റെഡി ആയിക്കോ. അപ്പയുടെ ഓട്ടോറിക്ഷ വരുന്നതെന്ന് തോന്നുന്നു. ഈ അപ്പയുടെ അമ്മയുടെ ഒരു കാര്യം. മീര, പിള്ളേര് റെഡിയായില്ലേ? ഒരാൾക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുക. അതെന്നെ താമസിച്ചേ? അതെ, ഞാൻ രാവിലെ ആശുപത്രി കൊണ്ടുപോയ കൊച്ചിന് അല്പം ബ്ലഡിന്റെ ആവശ്യം വന്നു. അപ്പോൾ അതിനുവേണ്ടി അവിടെ നിന്നപ്പോൾ ഒത്തിരി താമസിച്ചു. ഇനി ഉടനെ തന്നെ പള്ളിയിൽ പോകണമല്ലോ. പിള്ളേര് റെഡിയായില്ലേ? ഒരാളുണ്ട്. ഞാനൊന്ന് റെഡിയാവട്ടെ. മോനെ, എന്റെ ബൈബിളും ബുക്കും കൂടി എടുത്തോട്ടോ. ഇതാ വെള്ളം. റെഡി ആയില്ലേ? വേഗം വാ മോളെ, പെട്ടെന്ന് വാ. കുർബാന കഴിയാറായി. എല്ലാം എടുത്തോ? അമ്മേ, പോയിട്ട് വരാട്ടോ. മീര, ഞങ്ങൾ പോയി വരാം. അമ്മേ, പോയിട്ട് വരാട്ടോ. പോയിട്ട് വരാം അമ്മേ. സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അച്ഛാ, ഞങ്ങളുടെ സാറിന്നില്ല. എന്താ പറ്റിയേ? ജോസൂട്ടി സാറിന്റെ മോൾക്ക് പനി കൂടി പോയോണ്ട് സാറ് വീട്ടിൽ പോയി. അപ്പൊ ഞങ്ങൾ പൊക്കോട്ടെ? അത് കുഴപ്പമില്ല, നിങ്ങൾ വന്നതല്ലേ. ക്ലാസ്സിലേക്ക് പോയി, ഞാൻ ക്ലാസ്സിലേക്ക് വന്നേക്കാം. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അങ്ങനെ നമ്മളെല്ലാവരും വിശുദ്ധരായിട്ട് ജീവിക്കണം. സാർ വന്നിട്ടുണ്ടല്ലോ. എന്നാ പിന്നെ സാർ ക്ലാസ് എടുത്തോളൂ, ഞാൻ പോയേക്കോ. സാറേ, പിള്ളേർക്ക് എങ്ങനെയുണ്ട്? അതെ, ഇന്നലെ രാത്രി പിള്ളേർക്ക് പനി കൂടി പോയതുകൊണ്ട് പാരസെറ്റമോൾ കൊടുത്തു. പാരസെറ്റമോൾ കൊടുത്തപ്പോൾ പനി കുറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ പള്ളിയിൽ കൊണ്ടുവന്നത്. പള്ളിയിൽ വന്നപ്പോൾ കുർബാനയ്ക്കിടയ്ക്ക് മോൾക്ക് തലയിറക്കം ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. പാരസെറ്റമോൾ കൊടുത്തോണ്ടൊന്നും കാര്യമില്ല. സാറോട് ഈ പിള്ളേരെ ആശുപത്രി കൊണ്ടുപോകാം. ഞാൻ ക്ലാസ് എടുത്തോളാം. അത് വേണ്ട അച്ഛാ, ഞാൻ തന്നെ ക്ലാസ് എടുത്തോളാം. അച്ഛൻ പൊക്കോ. ശരി, ഞാൻ പോയിക്കോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ഇരിക്കേ. അപ്പോൾ നിങ്ങൾ എന്താണ് പഠിച്ചുകൊണ്ടിരുന്നത്? അനിറ്റ പറയൂ. വിശുദ്ധിയെക്കുറിച്ച്. സിറ്റ് ഡൗൺ. അപ്പോൾ എന്താണ് വിശുദ്ധി? ദൈവത്തിന്റെ സ്വഭാവം നമ്മളിലേക്ക് പകർന്നു നൽകുന്നതാണ് വിശുദ്ധി. ശരി, ഇരിക്കേ. അത് ആരാ പറഞ്ഞു തന്നത്? അച്ഛനാ പറഞ്ഞു തന്നത്. ഓക്കെ, സിറ്റ് ഡൗൺ. ദൈവത്തിൻ്റെ സ്വഭാവം പകരപ്പെടുന്നതാണ് വിശുദ്ധിയെങ്കിൽ അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവം? അനുമോള് പറയൂ. സാർ, അത് അയ്യോ സാറേ, ഇതേ അനുമോള്. എന്ത് പറ്റി?
അല്പം വെള്ളം എടുത്തേ. മോളെ ഞാൻ വീട്ടിൽ കൊണ്ടു കൊടുത്തേ. അനുമോളെ എങ്ങനെയുണ്ട് ഇപ്പോ? ഓക്കെ ആയോ? തല ഇറങ്ങുന്നുണ്ട്. വെള്ളം വേണം? വേണ്ട. എന്നാൽ നിങ്ങൾ ഇവിടെ എല്ലാവരും ഒന്ന് ഇരിക്കാമോ? ഞാൻ ഈ അനുമോളെ ഒന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് വരാം. ഓക്കെ സാർ. സിസ്റ്ററെ, ഈ അനുമോൾക്ക് സുഖമില്ലാത്തതുകൊണ്ടേ ഞാൻ വീട്ടിൽ വരെ ഒന്ന് കൊണ്ടുവിടാൻ വേണ്ടി പോവുക. എന്നാ സാറ് പോയിട്ട് വേഗം വാ. സാർ ഇവിടെ നിർത്തിയാൽ മതി. ഞാൻ ഇതുവരെ പൊക്കോളാം. മോളെ ഞാൻ കൊണ്ടുവിടാം. കുഴപ്പമില്ല സാർ, തലർക്കൊക്കെ മതി. ആ ഓക്കെ. നമ്മളെവിടേക്ക് പോവാ? ഇവിടെ അടുത്ത് വരെ. മൊബൈലും പൊട്ടിപ്പോയി. ഞാൻ ആശുപത്രി കൊണ്ടുപോയി. കാണിച്ചേ വണ്ടി. ഇനിയും കുറെ പോണോ? ഇവിടെ അടുത്ത് വരെ. ദാ കാണുന്ന സ്ഥലം. നീ ഇവിടെ നിന്നോ, ഞാൻ എല്ലാം സെറ്റാക്കിയിട്ട് വരാം.
സമയം കുറയാലോ, ഐറ്റം വരാറായില്ലേ? എന്നാ വിളിക്കുക. വെയിറ്റ് ചെയ്യ് ബ്രോ, ഈ ഒരെണ്ണം കൂടെ അടിച്ചേ. ചെറുതടിക്കുമ്പോഴേക്കും ആളും കിട്ടും. ഹായ് മച്ചാനെ, കമാൺ, ഒരെണ്ണം ഒഴിക്കട്ടെ? ഹേ ഡൂട്ട്. എന്തായി, ഐറ്റം വന്നോ? താഴെ നിൽപ്പുണ്ട്. താഴെയോ? കാണുന്നില്ലല്ലോ. ശേ, ഇത് എവിടെ പോയതായിരിക്കും? ശേ, കടുപ്പാണല്ലോ. കട്ടക്ക് അടിക്കടാ, മൂടായിട്ട് നിക്കണ്ടേ. അപ്പൊ എങ്ങനെയാ ക്യാഷിന്റെ കാര്യമൊക്കെ? പറഞ്ഞത് മുഴുവനില്ലേ? എല്ലാം സെറ്റാ. അപ്പൊ മച്ചാ, ഐറ്റം എവിടെയാ? താഴെ നിൽപ്പുണ്ട്. അപ്പൊ എങ്ങനെയാ, കൂടുന്നുണ്ടോ? ഞാനില്ല ബ്രോ. എന്നാ ശരി, എന്നാ see you. നീ ഒരെണ്ണം കൂടി അടിച്ചിട്ട് ഐറ്റം താഴെയില്ലെന്ന് നോക്കിക്കേ. ഞാൻ പോയിട്ട് വരാം. ബ്രോ എണീക്ക്. ബ്രോ ബ്രോ എണീക്ക്, ഐറ്റം എത്തി. ബ്രോ ബ്രോ, അവളെന്തേ? നിക്കടെ അവിടെ. അച്ചോ, അച്ചോ, എന്താ മുതലാളി, എന്താ കാര്യം? അച്ഛനൊന്നും അറിയില്ല അല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. അച്ഛനാണെന്ന് ഞാൻ നോക്കൂല. എന്താ കാര്യം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാര്യം എന്താണെന്നോ? കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഒരു സാറുണ്ടല്ലോ, ഓട്ടോ ജോസ്, അവനെൻ്റെ മോളെ കൊണ്ട് പോയി അച്ചോ. അവനെൻ്റെ കൊച്ചിനെയും കൊണ്ട് പോണത് കണ്ടുവരുണ്ടച്ചോ. എൻ്റെ മോൾ ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല. ഞാൻ അവൻ്റെ വീട്ടിൽ ചെന്നപ്പോ അവനവിടെ വന്നിട്ടില്ല. ഭാര്യ രണ്ട് കുട്ടികളുള്ള ചെറ്റയാ. അവനെ എൻ്റെ കൈ കിട്ടിയാണ്ടല്ല. അങ്ങനെയൊന്നും പറയല്ലേ മുതലാളി. ജോസൂട്ടി സാർ അങ്ങനെയുള്ള ആളൊന്നും അല്ല. ഓസൂട്ടി സാറ്, ഓസൂട്ടി അവൻ എന്നാ അച്ചോ സാറായത്? അവൻ ഓട്ടോറിക്ഷക്കാരനല്ലേ? അവൻ എന്നും ആ വർഗത്തിന്റെ സ്വഭാവം കാണിക്കോളൂ. അവനെ എൻ്റെ കൈ കിട്ടിയാണ്ടല്ല. മുതലാളി ശാന്തമാകും, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. The subscriber is currently switched off. Please try after some. ഇപ്പൊ എങ്ങനെയുണ്ട് അച്ചോ? എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവന്റെ വീട്ടിൽ ചെന്നപ്പോ അവന്റെ ഭാര്യ അവനെ വിളിച്ചു നോക്കിയതാ. അപ്പോഴും അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അച്ചോ.
പല പ്രാവശ്യം ഞാൻ അച്ഛനോടൊക്കെ പറഞ്ഞേക്കുന്നതാ, ഇങ്ങനെയുള്ള ഈ സമൂഹത്തിൽ നിലവാരമില്ലാത്തവനൊന്നും പിടിച്ച് സൺഡേ സ്കൂൾ അധ്യാപകനാക്കരുതെന്ന്. അതെങ്ങനെയാ? എന്നെക്കാളും വലിയ വിവരവും വിദ്യാഭ്യാസം ഉള്ളവരല്ലേ അച്ഛന്മാര്. മുതലാളി, ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അത് ഓട്ടക്കാരനായാലും ആരായാലും കുഴപ്പമില്ല. ഹൃദയം പരിശോധിക്കുന്ന ദൈവമല്ലേ. ഈ അവസരത്തിൽ ഇങ്ങനെയൊരു തർക്കത്തിൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് അനുമോളും ജോസൂട്ടി സാറും എവിടെയാണെന്ന് അന്വേഷിക്കാം. അച്ഛൻ അന്വേഷിക്കൊന്നും വേണ്ട. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അവരന്വേഷിച്ചോളും. എൻ്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചാണ്ടല്ലോ, പള്ളിയും കാണില്ല, പട്ടക്കാരനും കാണില്ല അവിടെ. നേരെ എത്രയായിട്ട് അവനെ കാണുന്നില്ലോ സാറേ. ഇതാ മറ്റവനാണല്ലോ സാറേ, ജോസൂട്ടി. ആ, ഇത് അവൻ തന്നെ സാറേ. നീയാണോ ജോസൂട്ടി? അതെ സാറേ. എന്നാ സാറേ? നിന്നെ ഞാൻ മനസ്സിലാക്കി തരടാ. കാര്യം ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം. നീ എന്നാ ഓവർക്കോട്ടിട്ടേ? നീ എന്നെ കല്യാണം കഴിക്കാൻ പോണോ? എന്നാ സാറേ കാര്യം? എന്നാ സാറേ? നീ ഊടെ നീ ഓവർക്കോട്ട്. നീ ആ പെണ്ണെ കൊന്നോടാ. അയ്യോ, കൊന്നിട്ട് പുണ്യാണല്ലോ. എടാ, അവനെ വണ്ടി പിടിച്ച് കേട്ടടാ. അവനെ കേട്ടടാ. ഈസി, വണ്ടി എടുക്കാം. പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഏഞ്ചൽ. വാർത്തകൾ ചുരുക്കത്തിൽ. കൊല്ലം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കുത്തിവയ്പ്പെടുത്തവർക്ക് ദേഹാസ്വസ്ഥത ഉണ്ടായതിനെ തുടർന്ന് 2 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. ഗ്രേറ്റുമാണ് സസ്പെൻഡ് ചെയ്തത്. തിരുവനന്തപുരം വിധുരയിൽ കരടി ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക്. മണലി സ്വദേശി ശിവദാസനാണ് ആക്രമിക്കപ്പെട്ടത്. രാവിലെ ജോലിക്ക് പോകുന്നതിനിടയിലായിരുന്നു ആക്രമണം. ഇപ്പോൾ കിട്ടിയ വാർത്ത. ഇന്നുച്ചയ്ക്ക് പുളിക്കക്കട വിടവയിലെ സെന്റ് മേരീസ് സൺഡേ സ്കൂളിൽ നിന്നും കാണാതായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന് കരുതുന്ന കുട്ടിയുടെ വേദപാഠ അധ്യാപകനായ ഓട്ടോറിക്ഷ ഡ്രൈവർ ജോസുകുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരിക്കുകയാണ്. പ്രതി കുറ്റം സമ്മതിച്ചതായാണ് പ്രാഥമിക
നീ അങ്ങോട്ട് പോ, ഞാൻ ഇങ്ങോട്ട് പോവാം. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലെന. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം പൂർത്തിയായി. ട്രഷറി നിയന്ത്രണം നീക്കുന്നതിൽ തീരുമാനമായില്ല. 5.25 ലക്ഷത്തോളം സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണമാണ് ഇന്നലെ പൂർത്തിയായത്. കഴിഞ്ഞ ദിവസം കാണാതായ അനിമോൾ എന്ന പെൺകുട്ടിയെ കണ്ടുകിട്ടിയിരിക്കുന്നു. തന്നെ പ്രേമബന്ധത്തിൽ കുടുക്കിയ ഒരു യുവാവ് പെൺകുട്ടിയെ പെൺവാണിഭ സംഘത്തിന് കൈമാറുന്നത് നിലയ്ക്ക് പെൺകുട്ടി ഓടി രക്ഷപ്പെടുകയായിരുന്നു. പൂയംകുട്ടി വനാന്തരങ്ങളിലൂടെ ഓടിയ കുട്ടി കാട്ടുമൃഗങ്ങൾക്ക് ഇരയാകാതെ രക്ഷപ്പെട്ട് തന്നെ വീട്ടിൽ എത്തിച്ചേർന്നതായാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പ്രതിയെന്ന് സംശയിച്ച് കസ്റ്റഡിയിൽ വച്ചിരിക്കുന്ന ജോസുകുട്ടി എന്ന ഓട്ടോറിക്ഷ ഡ്രൈവറെ വിട്ടയച്ചതായും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ 3 ജില്ലകളിൽ 3 സെന്റിഗ്രേഡ് വരെ ചൂടുയരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി. അപ്പഴ വണ്ടി ഒന്നും വന്നു. അപ്പ വന്നോ? അപ്പേ അപ്പേ അതെല്ലാം ഞാൻ പറയാം മോളെ. എന്നെ പോലീസ് പിടിച്ചു. അതെല്ലാം ഞാൻ പറയാം. വാ, അകത്തേക്ക് വാ. എന്നോട് ക്ഷമിക്കണം സാർ. സാരമല്ല മോളെ. അച്ഛാ, എന്തു പറയണമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഈ സാഹചര്യത്തിൽ കാറ്റഗിസം പഠിപ്പിക്കാൻ ഞാൻ വരുന്നില്ല അച്ഛാ. സംഭവിച്ചതെല്ലാം ദൈവിക പദ്ധതിയുടെ ഭാഗമായി കണ്ട് ഞാനതിനെ സ്വീകരിച്ചോളാം. സാറിൻ്റെ തീരുമാനത്തെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. സുവിശേഷ പ്രഘോഷണം എന്നത് എല്ലാവരുടെയും കടമയാണ്. എന്നിരുന്നാലും ദൈവം ചില വ്യക്തികളെ പ്രത്യേകമായി വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യാറുണ്ട്. അത് നമ്മുടെ പ്രത്യേകമായ കഴിവുകളെയും യോഗ്യതകളെയും കണ്ടിട്ടില്ല. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഉദാഹരണങ്ങൾ വിശുദ്ധ ബൈബിളിൽ പലയിടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. തിരഞ്ഞെടുക്കുക എന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെങ്കിൽ അത് വിശ്വസ്തയോടെ പുലർത്തുക എന്നത് നമ്മുടെ കടമയാണെന്നത് നാം വിസ്മരിക്കാതിരിക്കുക. കുഞ്ഞേച്ചി പറ. കുഞ്ഞേച്ചി തലകർക്കൊക്കെ മാറിയോ? എടാ